10 നില കെട്ടിടത്തിന്റെ മുകളിലും മെട്രോ പില്ലറിന്റെ തൂണുകളിലും റോഡരികത്തുമായി എണ്ണിയാലൊടുങ്ങാത്ത ഹോർഡിങ്ങുകൾ, ബിൽ ബോർഡുകൾ, ഫ്ലെക്സ് ബോർഡുകൾ. ഇരുതല മൂർച്ചയുള്ള വാളിന് താഴെയാണ് കൊച്ചി. അനധികൃത ഹോർഡിങ്ങുകൾ നഗരത്തിൽ വ്യാപകമാണെന്ന് തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ജീവന്റെ വിലയുള്ള ജാഗ്രത വേണം കൊച്ചിക്കാർക്ക്. വർഷങ്ങളോളം വെള്ളക്കെട്ട് പോലുള്ള ഭൂമിയിലും മറ്റും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളുടെ കമ്പികൾ ദ്രവിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. രാഷ്ട്രീയ പാർട്ടികളും മതസ്ഥാപനങ്ങളും സിനിമാ നിർമ്മാതാക്കളും ഇപ്പോഴും നിയമവിരുദ്ധമായ ബോർഡുകളും കൊടികളും ഫ്ലെക്സുകളും കൊണ്ട് പൊതുവിടങ്ങൾ നിറയ്ക്കുകയാണ്. സ്കൂൾ വളപ്പുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന ചട്ടവും പാലിക്കുന്നില്ല. നിയമങ്ങളെ വെല്ലുവിളിച്ചാണ് മിക്കവയും സ്ഥാപിച്ചത്. നഗരസഭാ പരിധിയിലെ അനധികൃത പരസ്യ ബോർഡുകൾ മുന്നറിയിപ്പ് കൂടാതെ നീക്കുന്നുണ്ട്. ഓരോ ബോർഡിനും 5000 രൂപ വരെയാണ് പിഴ ഈടാക്കിയത്. നീക്കം ചെയ്യുന്നതിനുള്ള ചെലവും സ്ഥല കെട്ടിട ഉടമകൾ നൽകണം. ഫീസ് അടച്ച് നമ്പർ ബോർഡുകളിൽ പ്രദർശിപ്പിക്കണമെന്ന ചട്ടവും പാലിക്കുന്നില്ല. കഴിഞ്ഞ 6 വർഷമായി പരസ്യ ബോർഡുകളിൽ നിന്ന് 1 രൂപ പോലും കൊച്ചി കോർപ്പറേഷന് ലഭിച്ചിട്ടില്ലെന്നാണ് 2022 കൗൺസിൽ യോഗത്തിൽ മേയർ വെളിപ്പെടുത്തിയത്. ഇന്ന് 95% പരസ്യ ബോർഡുകളും ഏകീകൃത നിയമത്തിലേക്ക് നഗരസഭയ്ക്ക് കൊണ്ടുവരാനായെന്ന് പരസ്യ ബോർഡ് കമ്പനികളുടെ കൂട്ടായ്മ സാക്ഷ്യപ്പെടുത്തുന്നു. 1000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള പരസ്യ ബോർഡ് വെക്കാനാണ് സർക്കാർ അനുമതി. 1 സ്ക്വയർ ഫീറ്റിന് 200 രൂപയാണ് സർക്കാർ നികുതി നിരക്ക്. കൊച്ചി മെട്രോയുടെ തൂണുകളിലും പരസ്യ ബോർഡുകൾ കൊണ്ട് നിറയുകയാണ്. യാത്രക്കാർക്ക് ഉപകാരപ്രദമായ പില്ലർ നമ്പറുകളും മറച്ചാണ് പലയിടത്തും ബോർഡുകൾ. വളവ് തിരിഞ്ഞെത്തുന്ന റോഡുകളിൽ ഡ്രൈവറുടെ ശ്രദ്ധ പതിയുന്നത് ഇത്തരം ബോർഡുകളിലേക്കാണ്. ഇതും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.